ഹലോ ഗൈസ്, എലിൻ നാഷ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുള്ളത് പെരിയാർ ടൈഗർ റിസർവിയറിലാണ് നമ്മുടെ കുമളിയിൽ. അപ്പൊ 310 രൂപ ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് ആയത്. നമുക്ക് ഇവിടെ നിന്ന് ബസ്സിലാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. 2.5 കിലോമീറ്റർ ഉണ്ട്. പ്ലസ് നമ്മൾ പോയത് കാറിലാണ്. അപ്പൊ കാറ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 75 ആയി. അങ്ങനെ ഒരു 310 രൂപയായി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിനകത്ത് നമ്മുടെ പെരിയാർ റിസർവിയറിന്റെ തന്നെ അവിടുത്തെ ബസ്സിലാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് മ്ലാവുകളെയൊക്കെ കാണാൻ പറ്റും. ഇതിന് വേറെ പേരിലും പറയപ്പെടുന്നുണ്ട്, എനിക്ക് മ്ലാവെന്നേ അറിയുള്ളൂ. അതിനകത്ത് ഗസ്റ്റ് ഹൗസുകളും അത്യാവശ്യം സ്റ്റേ അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതിന് വേറെ പെർമിഷൻസ് എടുക്കണം. അതുപോലെ ടെന്റ് അടിക്കുന്ന സ്പേസ് ഉണ്ട്, അതിനും പെർമിഷൻ എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തൊട്ടപ്പുറത്തെ ബസ്സിൽ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഭയങ്കര ശല്യമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പൊ ഞാനൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ഓടുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൗണ്ടറിൽ നിന്ന് കയറുമ്പോൾ നമ്മളോട് പറഞ്ഞത് ടിക്കറ്റ്സ് അവൈലബിൾ അല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ടിക്കറ്റ്സ് കിട്ടി. ലാസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ട് എടുത്തു. ബോട്ട് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം അങ്ങോട്ട് പോയ ബോട്ടുകളൊക്കെ ഒരുപാട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളത് ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് തിരിച്ചു പോകുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്. അപ്പൊ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു 3-4 ബോട്ടുകൾ കൂടി വരുന്നുണ്ട്. അതാണ് ലാസ്റ്റ് ട്രിപ്പ്. 5 മണിക്ക് അവരുടെ ആക്ച്വലി ട്രിപ്സ് അവസാനിക്കും. പോകുന്ന വഴിക്ക് ഒരുപാട് മ്ലാവുകളെ കാണാൻ പറ്റുന്നുണ്ട്. മ്ലാവുകളെ ദൂരെ നോക്കുമ്പോൾ നമുക്ക് മാനുകളായിട്ട് തോന്നും. പക്ഷെ അടുത്ത് പോകുമ്പോൾ മാനുകളുടെ പോലുള്ള പ്രിന്റുകളൊന്നും അതിന്റെ ബോഡിയിലില്ല. പിന്നെ ആടുകൾ പോലെയാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് പറയുന്നത്. എനിക്ക് അതിനെ മ്ലാവെന്ന് മാത്രമേ അറിയുള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് കാട്ടുപന്നീനെ കാണാൻ പറ്റി. പക്ഷെ നമുക്ക് കാട്ടുപോത്തിനെയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് അടുത്തോട്ട് പോകണം എന്ന് തോന്നും. ഇത് വളരെ ദൂരെ നിന്ന് നമ്മൾ സൂം ചെയ്തെടുത്ത വിഷ്വൽ ആണ്. അടുത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. കുറച്ച് ഒരുപാട് ദൂരെ നിന്നിട്ടാണ് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ അവർ കാണിച്ചു തരുന്നത്. ബൈനാക്കുലർ ഉണ്ട് നമുക്ക് ബോട്ടിൽ വെച്ച് ഇവരെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അടുത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. അത് മാത്രമല്ല നമ്മൾ ഫുള്ള് 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിനകത്ത് ഫുള്ള് ഇങ്ങനെ ചുറ്റി വരും എന്നല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇറക്കുകയൊന്നുമില്ല. ഇറക്കവും നമുക്ക് അതിനകത്ത് കാട്ടിനകത്ത് പോകാനോ ഉള്ള പെർമിഷനോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് കൂടി ബോട്ടിൽ 1 മണിക്കൂർ ഇങ്ങനെ കറക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇടയ്ക്കിടയ്ക്ക് മരക്കുറ്റികൾ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നീർക്കാക്കയുടെ വലിയ നീർക്കാക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി ചെറുതാണ്. പക്ഷെ അവിടുത്തെ ഇച്ചിരി വലിയ നീർക്കാക്കയാണ്. അപ്പം നമ്മൾക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയപ്പോൾ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തന്നു. നീർക്കാക്ക മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു വിഷ്വലാണിത്. ഇത് ഒരുപാട് മരക്കുറ്റികളുള്ള എല്ലാ സ്ഥലത്തും ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒതുക്കുമ്പോൾ മിക്ക ബോട്ടുകളും അവിടെ വരുന്നുണ്ട്. അവർക്കും അത് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നി. ഞാനും നീർക്കാക്ക ഇത്ര അടുത്ത് കാണുന്നത് ഇതാദ്യമാണ്. അല്ലാതെ വെള്ളത്തിൽ കൂടെ പോകുന്നൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഇപ്പൊ അടയിരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രിന്റിങ്ങും അതിന്റെ ഫേസിന്റെ കളേഴ്സും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒരു 5 മണിയായപ്പോൾ തിരിച്ചു വന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.